അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ആശാ വർക്കർമാർ സമരമിരിക്കുന്ന പന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിന്റെ ഭാഗമാകണമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി. ആശാ സമരത്തിന് NCP സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള സമര പന്തലിലെത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ സമരം തീർക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ന്യായമായ ആവശ്യങ്ങളാണ് സമരക്കാർ ഉയർത്തുന്നത്. വനിത കൂടിയായ വീണ ജോർജിന് മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് യാതൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് വനിതാ പോരാളികൾക്കൊപ്പം പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ചെയ്യേണ്ടത്. കോവിഡ് പോലെയുള്ള പ്രതിസന്ധി കാലഘട്ടങ്ങൾ കൈകാര്യം ചെയ്തവരെ അന്ന് തുടർ ഭരണത്തിന് വേണ്ടി ഉപയോഗിച്ച സർക്കാർ ഇപ്പോൾ അവരെ കറിവേപ്പിലാക്കിയിരിക്കുകയാണ്. സമരത്തോട് സർക്കാരും സർക്കാരിനെ നയിക്കുന്ന CPM-ഉം തുടരെ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന് മാത്രമല്ല, സമരമിരിക്കുന്ന ആശാപ്രവർത്തകരെ അധിക്ഷേപിക്കുക കൂടിയാണ്. തൊഴിലാളി സ്നേഹവും സംരക്ഷണവും മേനി പറയുന്നവരുടെ തനിനിറം ഇപ്പോൾ പ്രകടമായിരിക്കുകയാണ്. ആശാ സമരം തീർത്തും ന്യായമായ സമരമാണെന്നും സമരം പരിഹരിക്കുന്നതിന് സർക്കാർ നേതൃത്വം നൽകിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് NCP നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയുർവേദ കോളേജ് പരിസരത്തു നിന്നും പ്രകടനമായി എത്തിയാണ് NCP സംസ്ഥാന നേതൃത്വം ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ജബ്ബാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, ഷാജി തെങ്ങുംപിള്ളിൽ, KK ഷംസുദ്ദീൻ, നേതാക്കളായ അഡ്വക്കേറ്റ് രവീന്ദ്രൻ പള്ളിപ്പാട്, JB പ്രകാശ്, രാജ്കുമാർ കരകുളം, കല്ലറ മോഹൻദാസ്, NYC സംസ്ഥാന പ്രസിഡന്റ് CK ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അത്തരത്തിൽ തൊഴിലാളി വർഗ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പേരിൽ വന്നവർ പിന്നീട് ഏതെല്ലാം നിലയ്ക്കായി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ പര്യവസാനമാണത്. ഇത് ഓരോ ദിവസം കൂടുന്തോറും, ഇന്ന് ഈ സമരം അവസാനിച്ചില്ലെങ്കിലും ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും ഇതിൽ കൂടുതൽ ഇത് കരുത്താർജിക്കുന്നതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ NCP നേതൃത്വത്തിൽ നിന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണെന്ന് ഈ സമരത്തിന് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നത്. നേരത്തെ 2 പ്രാവശ്യം മുമ്പ് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെല്ലാം നിലയ്ക്കും ഈ സമരം വിജയിപ്പിക്കുന്നതിന് എന്തെല്ലാം സപ്പോർട്ട് ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ NCPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ ഈ സമര പന്തലിന് മുന്നിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വീണ ജോർജ് എന്ന മന്ത്രിയുടെ മുൻകാല ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു പത്രപ്രവർത്തകയായിരുന്നപ്പോൾ അവർക്ക് ചില പേരും ഒരു നല്ല ഗൗരവമുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായി അഭിപ്രായം പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മന്ത്രിസ്ഥാനത്ത് വന്നതിന് ശേഷം അവർ പാർട്ടിയുടെ അംഗമായപ്പോൾ ഇന്ന് അവരുടെ 2 ചെവികളിലും ഇയർഫോൺ വെച്ചിരിക്കുകയാണ്. ഇയർഫോൺ ചെവിയിൽ വെച്ച ആളുടെ അവസ്ഥ എന്താ? പുറമെ നിന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളോ കേൾക്കാൻ കഴിയില്ല, ചെവിയിലൂടെ വരുന്നത് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. മറ്റത് പുറമെ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ട് മിണ്ടാൻ കഴിയാതെ പോകും. ഇത് മാത്രമേ കേൾക്കുകയുള്ളൂ. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള ചെവിയിലുള്ള ആ ഇയർഫോൺ നിങ്ങൾ എടുത്തു കളയണം. എടുത്തു കളഞ്ഞ് ജനങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ശരിയായ വീണ ജോർജായി മാറുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞാൽ ഈ സമരം ഇന്ന് തന്നെ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത് തീർച്ചയായും ഒരു സംശയം വേണ്ട മുന്നോട്ട് പോകും. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് 5 വർഷം മാത്രമാണ്.